നമുക്ക് ആദ്യം തന്നെ വളരെ ആദ്യത്തെ മര്യാദയോടുകൂടെ തുടങ്ങാം. ഇപ്പോൾ കാണിച്ച ഡിസൈനായിട്ട് ഒരു ബന്ധമില്ലെങ്കിലും ശരിക്കും ഇതാണ് നെക്ക് പാറ്റേൺ. നമ്മളിതാണ് ക്യാൻവാസിൽ വെട്ടിയെടുക്കാൻ പോകുന്നത് കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കണ്ടോ. ഇങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് വെട്ടിയെടുക്കുക. വളരെ പെട്ടെന്ന് 2 മിനിറ്റിനുള്ളിൽ ഈ ഡിസൈൻ ചടഭാ ചെയ്ത് കഴിഞ്ഞ് നോക്കിക്കോട്ടോ. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും 2-3 മിനിറ്റ്, മാക്സിമം പോയാൽ 4 മിനിറ്റിൻ്റെ വീഡിയോ ഇട്ട് ഓർമ്മയൊന്നും എനിക്കില്ല. വേണമെങ്കിൽ അവേഴ്സ് കൂട്ടാൻ എനിക്ക് കൂട്ടിയിടാം, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. നമുക്ക് പെട്ടെന്ന് പരിപാടി അങ്ങനെ കഴിക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കോ കമൻറ്റോ. അപ്പോൾ ഈ കാണുന്ന പോലെ ക്യാൻവാസ് വരച്ചിട്ട് വേണ്ട ക്ലോത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ അയൺ ചെയ്യണം. അയൺ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കരിഞ്ഞു പോകാതെ. എന്നിട്ട് ഇതുപോലെ മീൻസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് തന്നെയാണ് കുറച്ച് കഷ്ടം. ആ ഒരു വൃത്തിയിൽ മെനയിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ റൗണ്ട് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അത് കറക്റ്റ് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. നിങ്ങൾക്ക് കിട്ടാത്തതിന് എന്നെ അവിടെ ഇരുന്ന് ക്ഷമിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം എനിക്ക് കിട്ടിയതുകൊണ്ടല്ലേ ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഈ കാണിക്കുന്നത് വളരെ സ്പീഡ് പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പറയാം. ഞാൻ കുറച്ച് സ്ലോ ആക്കി ചെയ്യാൻ നോക്കാം. കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ആയിട്ടും ചെയ്യാൻ നോക്കാം. ഈ 2 പോർഷൻസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ പോർഷൻസ് വേറൊരു ഇതേ സെയിം കളറുള്ള ക്ലോത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് തയ്ച്ചെടുക്കണം. അതെന്തിനാണെന്നുള്ളത് ഇത്തിരി കഴിയുമ്പോൾ മനസ്സിലാവും. കാരണം നമ്മളിത് 2 കട്ട് പീസസ് ആണെങ്കിലും ഒരു നെക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അതൊരു അറ്റാച്ച് വരാനെന്നുണ്ടെങ്കിൽ വേറൊരു ക്ലോത്ത് വെച്ച് ചെയ്യുക തന്നെ വേണ്ടി വരും. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കിയിരിക്കൊന്നും വേണ്ട. ആ ബെല്ലൈക്കൺ ഒന്ന് അടിച്ചേക്ക്. ഹൈപ്പ് വരുമ്പോൾ പറയാട്ടാ. ബിഗിനേഴ്സ് ആണെങ്കിൽ ദയവ് ചെയ്ത് ഈ ഡിസൈനും കൊണ്ടിരിക്കരുത്. നിങ്ങൾ എന്നെ ശപിച്ച് കൊല്ലും. ശരിക്കും ഇത്തിരി ടാസ്ക് തന്നെയാണ്, പക്ഷേ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിയുമ്പം വളരെ വൃത്തിയാവും കേട്ടോ. കുറച്ച് ടഫായിട്ടുള്ള ഡിസൈൻസ് മാത്രമേ എപ്പോഴും ഒരു ടഫ് ലുക്ക് തരുള്ളൂ. അതിനുശേഷം ഈ 2 അറ്റും കൂട്ടിമുട്ടിക്കാനുള്ള പെടാപ്പാടെന്ന് പറയുന്ന പോലെ ഈ 2 ദ്രവങ്ങളെ ചേർത്തി അടിക്കണം. പക്ഷെ കറക്റ്റായിട്ട് അടിക്കണം. സെൻറ്റർ പോർഷൻസ് മാർക്ക് ചെയ്ത് അടിച്ചാലും ഒരു കുഴപ്പമില്ല. ഇങ്ങനെ അടിച്ച് കിട്ടണ്ട. ശരിക്കും തുന്നി വെക്കുന്നത് നന്നായിരിക്കും, പക്ഷേ സ്റ്റിച്ച് ചെയ്താൽ കുറച്ചുകൂടെ ബലം കിട്ടും. പുറകെ വശത്ത് വേറൊരു ക്ലോത്ത് വെച്ച് വൃത്തി ഉണ്ടാവില്ല. അങ്ങനെ ചെയ്യേണ്ട. അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഒരു ഡിസൈൻ വളരെ അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് മുത്ത് പിടിപ്പിക്കണമെങ്കിൽ മുത്ത് പിടിപ്പിക്കാം കേട്ടോ. അപ്പം മാലയിടുന്ന പ്രശ്നമില്ല. ഹൈ നെക്കിൽ ഇത് കൊടുക്കാവുന്നതാണ്. പറയുന്നതുകൊണ്ടൊന്നും തോന്നല്ല. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം. ഹൈപ്പൊന്നും നമ്മുടെ കയ്യിൽ വരാനായിട്ടില്ലപ്പാ.